നമസ്കാരം, വീണ്ടും ക്യുക്കുക്കിലേക്ക് സ്വാഗതം. ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള, അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ വരികയാണ്. നമുക്ക് ഇപ്പോഴേ തന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമുക്കറിയാം ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ ലെമൺ ആണ് നമുക്ക് വേണ്ടത്. ലെമൺ ഇത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തതല്ല, ഒരു 15 days മുമ്പ് ഞാൻ കട്ട് ചെയ്ത് സോൾട്ടഡ് ആക്കി ഒരു ബോട്ടിലിൽ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് 15 ദിവസം കഴിഞ്ഞത് സോഫ്റ്റ് ആക്കി എടുത്തിരിക്കുന്ന ലെമൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനിത് ഒരു പീസ്, അതായത് ഒരു നാരങ്ങ എടുത്താൽ അതിനെ 2 ആക്കി, പിന്നെ ഓരോ ഹാഫ്സും അത് 3 ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് കുരു കളഞ്ഞിട്ടുണ്ട്, നടുക്കുള്ള വൈറ്റ് പോർഷൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നാരങ്ങ നന്നായി കഴുകി തുടച്ച്, ഒന്നില്ലെങ്കിൽ വെള്ളം ഒന്ന് പോയി കഴിഞ്ഞ ശേഷം തുടച്ച് വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ 2 സൈഡിലുമുള്ള ഹാർഡായിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. മിഡിൽ പോർഷനിലെ വൈറ്റ് പോർഷൻ കളയുക, കുരുക്കൾ കളയുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കയ്പ്പ് പകുതിയും മാറിയിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മൾ എടുത്തിട്ട് ഒരു ബോട്ടിലിൽ, ഇതിപ്പോൾ ഞാനൊരു 3/4 കിലോ നാരങ്ങ ആണ് ഇത് കട്ട് ചെയ്തത്. അതായത് ആഫ്റ്റർ ക്ലീനിങ് ഇതൊക്കെ കഴിഞ്ഞ് 1 കിലോ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു 3/4 കിലോയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ 3/4 കിലോ നാരങ്ങ ബോട്ടിലിൽ ഞാൻ വെച്ച്, എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ വെച്ചിട്ട് ഉപ്പിട്ട് വെച്ച്, ഓരോ ദിവസവും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള നനയാത്ത സ്പൂൺ വെച്ചിട്ട്, നമ്മൾ ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഡെയിലി. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ നാരങ്ങയാണിത്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ആൻഡ് ഡേറ്റ്സിൽ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. ഇതൊരു 150 gram ഡേറ്റ്സ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ലെങ്ത് വൈസ് കട്ട് ചെയ്ത്, നമ്മൾ നാരങ്ങ എടുത്തിരിക്കുന്നത് ലെങ്ത് വൈസ് ആണ്, അപ്പോൾ ഇതും നമുക്ക് ലെങ്ത് വൈസ് തന്നെ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ചില്ലി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം, കശ്മീരി ആണെങ്കിലും. അപ്പോൾ ഇതിന് കുറച്ച് കളർ കൂടെ കിട്ടുന്നതുകൊണ്ട് ഞാൻ കശ്മീരി ചില്ലി കൂടുതൽ പ്രിഫർ ചെയ്യണു. പിന്നെ കറിവേപ്പില, നമുക്ക് കറിവേപ്പില ഇല്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനത്തിനും നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു കേരളീയർക്ക് ഇതൊരു ഒരു ഒരു ഫുൾ ഡിഷായിട്ട് തോന്നുള്ളൂ. അപ്പോൾ കറിവേപ്പില നമുക്ക് വേണം. ഉപ്പ് വേണം. ഇത് ഉലുവയാണ്. ഉലുവ 1 സ്പൂൺ എടുത്ത് ഞാൻ വെറുതെ ചട്ടിയിലിട്ട് ചൂടാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു റെഡിഷ് കളർ വരുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഈ വറുത്ത ഉലുവ നമ്മൾ പൊടിച്ചെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ചെറിയ കല്ലുണ്ടെങ്കിൽ അതിൽ നമുക്ക് പൊടിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ പ്രോസസ്സ് കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് മസ്റ്റേർഡ് ആണ്. കടുക്, നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ കടുക് പൊടി, ഇതിൽ കടുക് പൊടി ഇട്ടാൽ അതിന് ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1.5 ടീസ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് മതി. ഇഞ്ചി ഞാനൊരു ഇത്രയും ഉള്ള ഒരു പീസ് എടുത്തിട്ട് മുറിച്ച് നീളത്തിൽ, അതും നമ്മളെല്ലാം ലെങ്ത് വൈസ് ആണ് അത് കട്ട് ചെയ്തത്. പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ സൈഡ് വൈസ് കട്ട് ചെയ്ത പച്ചമുളകുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട്, കാരണം ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക വെളുത്തുള്ളി ഇട്ടാലാണ്. ഇഞ്ചി ആകുമ്പോഴത്തേക്കും കുറച്ച് മതി. ഇഞ്ചിയുടെ ഒരു ഏകദേശം ഡബിള് നമുക്ക് വെളുത്തുള്ളി എടുക്കാം. പിന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ നല്ലെണ്ണയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കായം വേണം, കുറച്ച് ചൂടുവെള്ളം വേണം. ഇനി എങ്ങനെയാണ് പ്രോസസ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഉലുവ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. എണ്ണയൊന്നും ഇടണ്ട കേട്ടോ, വെറുതെ ചട്ടിയിൽ വെച്ച് ചൂടാക്കിയ ഉലുവയാണിത്. 1 ടീസ്പൂൺ ഉണ്ട്. ഇത് നമുക്ക് ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ കല്ലിൽ വെച്ച്, ഇത്രയും മാത്രമായിട്ട് മിക്സിയിൽ പൊടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ഒരു കല്ലിൽ വെച്ചിട്ട് ഇതിങ്ങനെ അപ്പം നമ്മുടെ ഉലുവ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. നമ്മുടെ കശ്മീരി ചില്ലി നമ്മൾ 3 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഒരു നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൂടുവെള്ളം തണുപ്പിച്ചതാണിത്. അതൊഴിച്ചിട്ട് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഈ പേസ്റ്റ് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത്. ഇങ്ങനെ മതി. ഇത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഓവർ ടു കുക്കിംഗ്. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3 സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കാം. ആ കണക്കിൽ ഞാൻ ഇടുവാണ്. നല്ലെണ്ണയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊന്ന് ചൂടായി വരട്ടെ. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടുക് എടുത്ത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും പച്ചമുളക് ഇടാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒക്കെ കടായി യൂസ് ചെയ്യാം. പച്ചമുളക് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നോർമലി നമ്മൾ ഈ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ എന്ന് പറയുന്നത് കുറെ കാലം വെക്കുന്ന ഒരു ഇതാണ്, പിക്കിളാണ്. അപ്പോൾ എപ്പോൾ നമുക്ക് വീട്ടിൽ ബിരിയാണിയോ കേർഡ് റൈസോ എങ്ങനെ ഊണിനാണെങ്കിലും കൂടെ നമുക്ക് എടുക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ എന്ന് പറയുന്നത്. ഞാനൊക്കെ കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം 1 ഇയറിൻ്റെ അടുത്ത്. ഇപ്പം തീർന്നേ ഉള്ളുണ്ട്. ഒക്ടോബറിലാണ് എൻ്റെ തീർന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ സ്മെല്ലും എല്ലാം ഒന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്യുക. എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പ്രോസസ്സ് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ മൂക്കുമ്പോൾ ഒരു നല്ലൊരു അരോമയാണ് വരുന്നത്. ഇപ്പം തന്നെ ആ ഒരു ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടി തുടങ്ങി. കറിവേപ്പില നന്നായിട്ടൊന്ന് ക്രിസ്പി ഫ്രൈ ആവാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ജലാംശമൊക്കെ പോയി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിനൊരു നല്ലൊരു മധുരവും ഒരു ചെറിയ പുളിപ്പും ഒക്കെ തരുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില്ലി ആൻഡ് ടർമറിക് പൗഡറിൻ്റെ പേസ്റ്റ് അതിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് നിന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ഞാനിപ്പോൾ ഒരു സാധനം ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അത് നമുക്കിപ്പോൾ ഇത് മൊരിഞ്ഞ് കഴിയുമ്പോൾ ആഡ് ചെയ്യാം. നമ്മുടെ മസ്റ്റർഡ് പൊടി അഥവാ കടുക് പൊടി അത് ഞാൻ ഇട്ടിട്ടില്ല. കടുക് പൊടി എന്ന് പറയുമ്പോൾ കടുക് അങ്ങനെ തന്നെ എടുത്ത് പൊടിക്കരുത്. നമുക്ക് മാർക്കറ്റിൽ കടുക് പരിപ്പ് കിട്ടും.
അത് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു റെഡിഷ് കളർ ഇതിന് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറും ഉണ്ട്. മണം മാറുമ്പോൾ, പച്ചമണം മാറിയിട്ട് ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഡേറ്റ്സ് എല്ലാം ഇതിൽ നന്നായി വെന്ത് മിക്സ് ആവുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ മസ്റ്റർഡ് പൗഡർ, നമ്മുടെ കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളമാണിത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് ഉണ്ട്. ഇതൊരു നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കായപ്പൊടി ഒരു 1/2 ടീസ്പൂണാണിത്. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് മസ്റ്റായിട്ടുള്ള സാധനമാണ് ഈ കായപ്പൊടി എന്ന് പറയുന്നത്, നമുക്കറിയാം. ബേസിക്കലി ഐറ്റംസ് ഒക്കെ മാറുമെന്ന് മാത്രം, പക്ഷെ ബാക്കി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അച്ചാറിൽ സെയിം തന്നെയാണ്. ഇത് നന്നായി തിളച്ച് ഏകദേശം എണ്ണ തെളിയുന്ന ഒരു പാകം വരും. ഇതാ നമുക്ക് കണ്ടറിയാം, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ, കണ്ടോ? അങ്ങനെ വരുമ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാൻ സമയമായി. അപ്പോൾ നാരങ്ങ നമുക്ക് പതുക്കെ ഇങ്ങോട്ട് എടുക്കാം. ഓടി ഒന്നും ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കുറച്ച് പ്രോസസ്സൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം. എല്ലാം അടുത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം. കൂടി വന്നാൽ ഒരു 15 മിനിറ്റ് മതി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ലെമൺ ചേർക്കാൻ പോവാണ്. ഇത് കണ്ടറിയാം, ഇതിങ്ങനെ കൈവച്ച് തന്നെ തൊട്ടാൽ സോഫ്റ്റ് ആവുക. അത്രയും നമ്മൾ ആ 15 ഡേയ്സ് വെച്ചപ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതിൽ സോൾട്ട് ചേർത്തിട്ടില്ല, ഇനിയാണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം നല്ല കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാശ്മീരി ചില്ലി മാത്രം യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ആയിട്ടുള്ള പൊടി അല്ലെങ്കിൽ രണ്ടും കൂടെ 50-50 എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനൊരു പൊതുവേ ഒരു മധുരം നിൽക്കുന്ന ഒരു പിക്കിളാണ്, കുറച്ച് മധുരത്തിന് മുൻഗണനയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പിടാം. നമുക്ക് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ചെറിയ സ്പൂണിൽ 2-2.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തതാണെന്ന് ഓർമ്മ വേണം. എന്നാലും ഉപ്പിടേണ്ടി വരും, കാരണം എരിവും ഈ മധുരവും എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇന്ന് തുടങ്ങി തന്നെ, ഇത് ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ തുടങ്ങി നമുക്കിത് കഴിക്കാനായിട്ട് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്ഷമിച്ചാലും വേഗം കഴിക്കാൻ പറ്റുമല്ലോ. പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ പൊടി അത് ഇട്ട് കൊടുക്കാം. മുളക്, കായം, ഉലുവ, കടുക്, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ തന്നെ അച്ചാറിന് നല്ല ഒരു ഫ്ലേവർ, അച്ചാറിൻ്റെ മണം എന്ന് പറയുന്നത് അതിലാണ്. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഐ മീൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഡ്രൈ പിക്കിളുമായിട്ട് അടുത്ത് വരുന്നുണ്ട്, വീഡിയോസ് ഞാൻ ലിങ്ക് ഇടാം. അപ്പോൾ നമുക്ക് കാണാം. അത് ഒരു കൊങ്കണി സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്. അതിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ആവശ്യമില്ല. അപ്പോൾ പിക്കിള് ഫൈനൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും എണ്ണ വിട്ടു തുടങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എണ്ണ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും, അതായത് ഇങ്ങനെ ബബിൾസ് വന്ന് മുകളിലേക്ക് പൊട്ടി അവിടെ നിന്ന് എണ്ണ പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് എപ്പോഴും ടേസ്റ്റ് ഒന്ന് അത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയിൽ നമ്മൾ ആഡ് ചെയ്യണം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാരയും നന്നായിട്ടിത് ഇതിൽ പിടിച്ചു. ഇതിലേക്ക് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ വിനേഗറാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് സിന്തറ്റിക് വിനേഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ 1/4 കപ്പ് വിനേഗർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് തിക്കായിട്ട് തന്നെ വരും. നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ല, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശർക്കര മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര അത് ടേസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ആണെങ്കിൽ യൂസ് ചെയ്യാം പഞ്ചസാരയ്ക്ക് പകരം. ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിൾ അങ്ങനെ റെഡിയായി. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. അതേ സമയത്ത് നിങ്ങൾ ഒരു കണ്ടെയ്നർ, നല്ല ഗ്ലാസിൻ്റെ കണ്ടെയ്നർ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടത് മാത്രം പുറത്തേക്ക് വെക്കുക. അതിനുശേഷം പിന്നീട് യൂസ് ചെയ്യാനുള്ളത് നിങ്ങൾ ഇതുപോലെ തണുത്ത് കഴിയുമ്പോൾ വേണം എടുക്കാൻ കേട്ടോ. ഫുള്ളി തണുത്ത് കഴിയുമ്പോൾ വേണം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാൻ. അത് നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ആവശ്യ സമയത്ത് കുറേശ്ശെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം.